I'm Deepa S. Panikar here inside my house. The time is actually almost 6 o'clock. Okay. Now, this is the SNDP building, and I'm here inside my house. No bastards are here. No car here. Okay. Nobody will come inside my house with a car or anything. And this bastard, now today, directing towards my this thing, started again drama actually. I don't know who this bastard is. This Mohan Singh is doing drama actually. KL31B 6996. You can see whose car is this actually. Parivahan, something is there now. One online portal is there to see whose car is this. KL31B 6996. Okay. No bastard will come inside my compound. Even me and my mother won't allow any bastard to come inside our house. Okay, and this is my house. And you all know. And today morning, today and yesterday morning, this Rajamma was continuously doing dramas actually. What do you know what drama it is actually? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഇന്നലെയും വിളിച്ചിട്ട് പെൻഷൻ കിട്ടിയില്ല. അപ്പം പെൻഷൻ കിട്ടിയില്ല എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ അമ്മയുടെ പെൻഷനിൽ നിന്നും എൻ്റെ അച്ഛൻ്റെ പെൻഷനിൽ നിന്നും 15,000 വീതം തരുന്നുണ്ട്, അങ്ങനെ 30,000. അപ്പം ഈ 15,000 എന്ന് പറയുന്നത് പ്രീത എസ് പണിക്കർ എന്ന് പറയുന്നവളാണ് എൻ്റെ അച്ഛൻ്റെ കാർഡ് വെച്ചിരിക്കുന്നത്, ATM കാർഡ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പം 38,000 സംതിങ് 38,200 റുപ്പീസ് ഉണ്ട്, ഏതാണ്ട് അത്രത്തോളം ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്രയും ഉണ്ട് എൻ്റെ അച്ഛന്. അപ്പോൾ ഇനിയും എന്തൊക്കെയോ DA ഒക്കെ കൂട്ടി കിട്ടും. അപ്പോൾ നമുക്ക് നോക്കണം ഇതെല്ലാം. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്താൽ മതി, അന്നേരം അറിയാൻ പറ്റും. അപ്പം ഇവളാണ് എൻ്റെ അച്ഛൻ്റെ പെൻഷൻ്റെ കാർഡ്. എൻ്റെ അച്ഛൻ്റെ പെൻഷൻ എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടേതാണ്. എൻ്റെ അമ്മയ്ക്ക് കിട്ടുന്നതാണ് ഫാമിലി പെൻഷൻ. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ പെൻഷൻ്റെ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ്, ഇവളാണ് എടുക്കുന്നത്. പ്രീത എസ് പണിക്കർ എന്ന് പറയുന്ന കള്ളിയാണ് എടുക്കുന്നത്. ഇവൾ വലിയ നമ്പർ 1 കള്ളിയാണ്. ഇങ്ങനെ പല കഥകളുണ്ടാക്കാൻ ഇവൾ ബഹുമിടുക്കിയാണ്. ഇവളുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പലരും ഇപ്പോൾ 2 പേര് തന്നെ പറയുന്നത് കേട്ട് കഴിഞ്ഞു. എന്താണ്, ഇവളുടെ ഭർത്താവെന്ന് പറയുന്ന ആ പാവം പിടിച്ച ഒരു തമിഴ് ബ്രാഹ്മണനെ കെട്ടിത്തൂങ്ങിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ കെട്ടിത്തൂങ്ങിയൊന്നുമല്ല, കൊന്നു കെട്ടിത്തൂക്കിയതാണ്. അവന് കെട്ടിത്തൂങ്ങേണ്ട യാതൊരു കാര്യമില്ല. അവൻ്റെ പേഴ്സണാലിറ്റി അങ്ങനത്തെ അല്ല. നമുക്ക് അത്ര വലിയൊരു ഫീലൊന്നുമല്ല, ജോലി ചെയ്യാത്ത ഒരാളൊന്നുമല്ല. അവൻ നല്ല ശരിക്ക് എന്നെപ്പോലെ തന്നെ വർക്ക് ചെയ്തതാണ്. നല്ല ശരിക്ക് നിങ്ങൾ അവൻ്റെ പാസ്റ്റ് എടുത്താൽ മതി, പാസ്റ്റ് എടുത്ത് അന്വേഷിച്ചാൽ മതി. മധുരയുണ്ടല്ലോ, തമിഴ്നാട് മധുരയിൽ ചെന്നിട്ട് അവൻ മാക്ലിയോട്സ്, വാൻബറി, പിന്നെ അങ്ങനെയുള്ള ഏതാണ് ക്യാഡില, അങ്ങനെ കുറേ ഇവന് തന്നെ ഒരു മിനർവ എന്ന് പറയുന്ന കമ്പനി. അപ്പം ഈ ഒരു സ്വയമായിട്ടൊക്കെ ഒരു കമ്പനി തുടങ്ങാൻ കുറച്ച് കാലിബർ വേണം. ഒരു എന്താ പറയുന്നത്, നമ്മൾ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ആ ഒരു ഡിസിഷൻ, എന്താ പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. എന്ന് വെച്ചാൽ ഏത് ചലഞ്ചസിനെ നേരിടാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെ ബിസിനസ്സിലോട്ട് എടുത്ത് ചാടത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാത്തവർ